നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വരുന്ന ഡിസംബർ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ലാസ്റ്റ് ബാച്ച്, മോസ്റ്റ് പ്രോബബ്ലി ഇതായിരിക്കും നമ്മുടെ ലാസ്റ്റ് ബാച്ച്. ഇനി ഒരു ബാച്ച് ഉണ്ടാവില്ല. റിസൾട്ട് ഇന്ന് വന്നു. ഞാൻ നോർമലി ബാച്ച് അനൗൺസ് ചെയ്യാന്ന് പറഞ്ഞ റിസൾട്ട് വന്നതിന് ശേഷം ഒരു 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ്, എല്ലാം ഒന്ന് കെട്ടടങ്ങിയതിന് ശേഷമാണ് അനൗൺസ് ചെയ്യാം. പക്ഷേ നമുക്ക് എൻക്വയറീസ് ഒരുപാടാണ് വരുന്നത്. പിള്ളേർ ഒരുപാട് പേര് പാനിക്കാണ്. ഇപ്രാവശ്യം റിസൾട്ട് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. നമ്മൾ പഠിച്ചതിനെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ചാൻസ്, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതായിട്ട് നിങ്ങൾ വിചാരിച്ചാൽ മതി. വിന്നിംഗ് പെർസെൻറ്റേജ് ഒക്കെ പറയുകയാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിന്റെ അത്ര വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാസ്സായതും വളരെ കുറവാണ് അല്ലെ. നിങ്ങൾ ചുറ്റുപാടും പഠിച്ച പല ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ച കുട്ടികളായിരിക്കും. നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്താൽ മതി, റിസൾട്ട് വരൽ കുറവാണ്. ശരി, ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം കാണിച്ചു തരാം. ഒരു ചെറിയൊരു ഷോർട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടിട്ട് നിങ്ങൾ വാ, നമുക്ക് ബാക്കി സംസാരിക്കാം. Welcome to my party, we're just getting started. A life is a dream or a nightmare scarring. Hand me a drink cause I think I'm going all in. Get me a shrink who can catch me when I'm falling. Cover up my scars, flip the handlebars. Crashing in my car, wake up in a bar. I'll be a superstar, just on my avatar. This world is so bizarre, empty out the reservoir. Yeah, I'm taking 6 shots, yeah, straight to the face. And I wanna get lost, I'm sick of this place. നിങ്ങൾ ഇപ്പൊ കണ്ടത് ദാ ഇന്ന് ചൂടോടെ പാസ്സായിട്ട് ഇറങ്ങിയ നമ്മുടെ ഇന്റർമീഡിയറ്റ് സ്റ്റുഡൻസ് ആണ്. ഈ വന്ന ഡിസംബർ എക്സാമിനേഷന് ഞാൻ ഇതുപോലെ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടപ്പോൾ അത് കണ്ടിട്ട് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത കുട്ടികളെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ആ സ്ലൈഡിൽ ഏകദേശം 50+ സ്റ്റുഡൻസിന്റെ ഫോട്ടോ ഉണ്ട്. സ്റ്റിൽ കൗണ്ടിങ് ആണ്. നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ വരുന്ന സ്റ്റുഡൻസിനെ അങ്ങനെ പബ്ലിക്കലി പറയാൻ പറ്റില്ല. കാരണം പലരും പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നതാണ്, പലയിടത്തു നിന്ന് പഠിച്ചു വന്ന പല ബിലോങ്ങിങ്സ് ഒക്കെ ഉള്ള കുട്ടികളാണ്. അപ്പൊ അവർക്ക് പബ്ലിക്കലി അവരുടെ പേര് പറയാൻ പറ്റില്ല. ഒരു പ്രശ്നമില്ല, നമ്മൾ ആരുടെയും ഒരു ഡീറ്റെയിലും ചോദിക്കുന്നില്ല. നമുക്ക് എന്താ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കുഴപ്പമില്ല എന്ന് പറയുന്ന ആൾക്കാരുടെ ഫോട്ടോസ് മാത്രമാണ് നിങ്ങൾ കണ്ടത്. അതാണ് ആ 50+. ഇതല്ലാണ്ട് നമ്പർ ഓഫ് സ്റ്റുഡൻസ് വീണ്ടും ഉണ്ട്. അവരെ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇതുപോലെ റിസൾട്ട് വരുമ്പോൾ ഇതുപോലെ ഞാനൊരു സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു സ്ലൈഡിൽ കാണണം, ഉറപ്പായിട്ടും കാണും. ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോയില് ഈ ഡിസംബർ എക്സാമിനേഷൻ ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോ ഓഗസ്റ്റ് ആയി. ഓഗസ്റ്റ് എനിക്ക് 23, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഓഗസ്റ്റിന്റെ എൻഡ് ആയിട്ടുണ്ടാവാം. ഇനി നമ്മുടെ കയ്യിൽ എത്ര നാളുണ്ട്? ഒരു സെപ്റ്റംബർ ഉണ്ട്, ഒരു ഒക്ടോബർ ഉണ്ട്, ഒരു നവംബർ ഉണ്ട്. കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ വെറും 3 മാസം മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ 3 മാസത്തിൽ കുറച്ച് ദിവസങ്ങൾ ഞാൻ അങ്ങ് മാറ്റി നിർത്താം. അത് കുറച്ച് ദിവസങ്ങൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി പോകേണ്ടി വരും. ഇപ്പോഴുള്ള പരിപാടികളൊക്കെ കുറച്ച് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ സൺഡേ ഒരു ദിവസം ലീവ് എടുക്കേണ്ടി വരും. കുറച്ച് കല്യാണം, അങ്ങനെയുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് പരിപാടികൾക്കൊക്കെ പോകേണ്ടി വരും. കുറച്ച് ദിവസങ്ങൾ മാറ്റി വെച്ചോ. ചുരുക്കത്തിൽ പറഞ്ഞ ഒരു 3 മാസം മാത്രം, 3 മാസം കഷ്ടി നമ്മുടെ കയ്യിലുള്ളൂ. ഈ 3 മാസം പഠിച്ചു കഴിഞ്ഞാൽ ഇന്റർമീഡിയറ്റ് പാസ്സാവാൻ പറ്റും. ഞാൻ ആദ്യമേ കാണിച്ചെന്ന എക്സാമ്പിൾസിലെ, അതായത് ആ ഫോട്ടോയിലുള്ള ഓരോ ആൾക്കാരും ഇതിന്റെ എക്സാമ്പിൾ. അതിൽ ഓരോ ആൾക്കാരോട് നിങ്ങൾ ചോദിച്ചാൽ മതി. ഈ നടന്ന എക്സാമിനേഷന് സെക്കൻഡ് ഗ്രൂപ്പിന്റെ എക്സാം എഴുതിയിട്ട് സെക്കൻഡ് ഗ്രൂപ്പിന് 303 മാർക്ക് വാങ്ങിയൊരു സ്റ്റുഡന്റ് നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് നടന്ന എക്സാമിനേഷന് 2 മാസം മുന്നേ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത, അതിന് മുന്നേ നടന്ന എക്സാമിന് ഓൾ ഇന്ത്യ റാങ്ക് 13 വാങ്ങിച്ച കുട്ടി ഇതുപോലെ എനിക്കൊന്ന് 5ാമത്തെ 6ാമത്തെ അറ്റംപ്റ്റ് എന്താണ് പുള്ളിക്കാരിയുടെ. നമ്മൾ ഇതുപോലെ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടാണ് ഓൾ ഇന്ത്യ റാങ്ക് 13 വാങ്ങിച്ചത്. ഞാൻ നിങ്ങളെ ഈ ഒരു ബാച്ചിൽ ഇൻവൈറ്റ് ചെയ്യുന്നത് നിങ്ങളെ ആർക്കും റാങ്ക് വാങ്ങി തരാമെന്നോ, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും റാങ്ക്, അങ്ങനെയൊന്നുമല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ എന്താ അറിയോ, നമുക്ക് ഇന്റർമീഡിയറ്റ് പാസ്സാവണം. നിങ്ങൾക്കറിയാം നമ്മുടെ പാസിംഗ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ അഗ്രിഗേറ്റ് 50%, ഇൻഡിവിജ്വൽ 40%. അപ്പൊ അഗ്രിഗേറ്റ് 50% കൂട്ടി കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിന് നമുക്ക് 200 മാർക്ക് വേണം. 200 മാർക്ക് വേണമെങ്കിൽ അതിനെ ഒന്ന് ഈക്വലി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേപ്പറിന് നമ്മൾ 50 മാർക്ക് വാങ്ങണം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം, നമ്മുടെ ഈ ക്ലാസ് നിങ്ങൾ ഫോളോ ചെയ്തോ, നിങ്ങൾക്ക് മിനിമം 50 to 60 മാർക്ക്, ഇൻ ബിറ്റ്വീൻ 50 to 60 മാർക്ക് എല്ലാ സബ്ജക്റ്റിലും സ്കോർ ചെയ്യുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. പൊടിക്ക് ഒരു എഫേർട്ട് കൂടി നിങ്ങൾ ഇടുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ രീതിയിൽ റാങ്കോ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ എക്സലന്റ് മാർക്കൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഫുൾ ഡീറ്റെയിൽസും നമ്മുടെ ഈ ബാച്ചുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ശരി, ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാം. നമുക്ക് നമ്മുടെ ഫാക്കൽറ്റീസിനെ ഒന്ന് അനൗൺസ് ചെയ്യാം. ഫാക്കൽറ്റീസിനെ അനൗൺസ് ഞാൻ എല്ലാവരും ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ആരൊക്കെയാണ് എൻ്റെ ഫാക്കൽറ്റീസ് എന്നൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. അതിനു മുന്നേ നമ്മുടെ സെക്കൻഡ് ഗ്രൂപ്പിന്റെ നിങ്ങളുടെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് പേപ്പർ അല്ലേ, നിങ്ങളുടെ FM പേപ്പർ എടുക്കുന്ന ജോയൽ സാറ് ഇതാ ഈ റിസൾട്ട് വന്നപ്പോൾ ചൂടോടെ പാസ്സായ ഒരു കോസ്റ്റ് അക്കൗണ്ടന്റ് ആണ്. അപ്പോൾ ജോയലിന് ആദ്യമേ ഒരു കൺഗ്രാറ്റുലേഷൻസ്. നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന, ജോയലിന്റെ കഷ്ടപ്പാട് ഇതാ ഇന്ന് റിസൾട്ട് കണ്ടിരിക്കുകയാണ്. ജോയൽ ഇനി മുതൽ ഒരു ക്വാളിഫൈഡ് കോസ്റ്റ് അക്കൗണ്ടന്റ് ആയിരിക്കും. അപ്പോൾ ജോയലിനെ ഫസ്റ്റ് ഒരു കൺഗ്രാറ്റുലേഷൻ. അപ്പോൾ ജോയലിനെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ജോയൽ നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ പേപ്പർ, നിങ്ങൾക്ക് ഏറ്റവും രസകരമായിട്ടുള്ള പേപ്പർ, നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് ജോയൽ പഠിപ്പിച്ചു തരും. ഓക്കെ, ബാക്കി ഫാക്കൽറ്റീസിനെ ഞാൻ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാം.
ശരി, നിങ്ങളുടെ ഫസ്റ്റ് പേപ്പർ എന്താണ്? ലോ, ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സ് എന്നാണ് പേപ്പറിന്റെ പേര്. കംപ്ലീറ്റ് തിയറി അല്ലേ? സത്യം പറഞ്ഞാൽ അത് പ്രാക്ടിക്കലി വേൾഡിൽ യൂസ് ചെയ്യുന്ന ഒരു പേപ്പറാണ്. പക്ഷെ നമുക്ക് പഠിക്കാൻ തിയറി ആസ്പെക്ട്സ് മാത്രമേ ഉള്ളൂ. അതുപോലെ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ ലോയും സെക്കൻഡ് ഗ്രൂപ്പിന്റെ ഓഡിറ്റും പ്രാക്ടിക്കൽ ആണ്, പക്ഷെ നമുക്ക് പഠിക്കാൻ തിയറി ആസ്പെക്ട്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ രണ്ട് പേപ്പറും ഡീൽ ചെയ്യുന്നത് ശ്രീലക്ഷ്മി ആയിരിക്കും. ശ്രീലക്ഷ്മിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ശ്രീലക്ഷ്മി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന നോട്ട്സ് ആണ്. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്യാരണ്ടി തരാം, ഈ ലോയ്ക്കും ഓഡിറ്റിനും നിങ്ങൾക്ക് ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും. ആ നോട്ട്സ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. എക്സാമിനേഷനിൽ എങ്ങനെയാണോ പ്രസന്റ് ചെയ്യേണ്ടത് ആ രീതിയിലായിരിക്കും ശ്രീലക്ഷ്മി നിങ്ങൾക്ക് ആ ഒരു കംപ്ലീറ്റ് നോട്ട്സ്, ആ കംപ്ലീറ്റ് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. ഈ നോട്ട്സ് മാത്രം പഠിക്കാം. അതിനുശേഷം ടെക്സ്റ്റിനകത്തുള്ള പ്രാക്ടിക്കൽ പ്രോബ്ലംസോ അല്ലെങ്കിൽ MCQസോ അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങൾ ഒന്ന് ടെക്സ്റ്റിൽ നോക്കിക്കോ. അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്ക് നമ്മൾ മിസ്സായി പോയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണമെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കിയോ. ഞാൻ അത്രയ്ക്ക് കോൺഫിഡന്റ് ആണ് ശ്രീലക്ഷ്മിയുടെ നോട്ട്സ്. ശരി, അടുത്തത് ടിസയാണ്. ടിസ CMA ആണ്. ടിസ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാക്ടിക്കൽ പ്രോബ്ലം ആയിട്ടുള്ള അക്കൗണ്ടൻസി. നിങ്ങളുടെ ഫസ്റ്റ് ഗ്രൂപ്പിൽ അക്കൗണ്ടൻസി ഉണ്ട്, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്. അതുപോലെ സെക്കൻഡ് ഗ്രൂപ്പിൽ അക്കൗണ്ടൻസി ഉണ്ട്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് അല്ലെ? ആ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, ഈ രണ്ട് അക്കൗണ്ടൻസിയുടെ പേപ്പറും ഡീൽ ചെയ്യുന്നത് ടിസ ആയിരിക്കും. ടിസ ക്വാളിഫൈഡ് കോസ്റ്റ് അക്കൗണ്ടന്റ് ആണ്. ശരി, അത് കഴിഞ്ഞ് നിങ്ങളുടെ അടുത്ത പേപ്പറാണ് ടാക്സ്, ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഒരു പേപ്പർ ആയിട്ടാണ് പഠിക്കാനുള്ളത്. പേപ്പർ നമ്പർ 7 ആണ് ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും. പക്ഷേ അത് രണ്ടും രണ്ട് സെപ്പറേറ്റ് ആക്ട് ആണ്. രണ്ട് സബ്ജക്റ്റ് ആയിട്ട് ഇത്രയും കാലം പഠിച്ചുകൊണ്ടിരുന്നതിന് ഇപ്പോൾ ഒരു പേപ്പറിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. രണ്ടും സെപ്പറേറ്റ് ആണ്. ഓക്കെ, അപ്പൊ രണ്ടിനും സെപ്പറേറ്റ് ക്ലാസ് വേണം, സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം. ഈ രണ്ട് ടാക്സ് പേപ്പറും ഡീൽ ചെയ്യുന്നത് എനിക്കൊന്നും ഞാൻ കുഴപ്പമില്ലാണ്ട് അത്യാവശ്യം തരക്കേടില്ലാണ്ട് പഠിപ്പിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെയും നമ്മൾ ഡയറക്ട് ടാക്സിനും ഇൻഡയറക്ട് ടാക്സിനും ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും. ഈ നോട്ട്സ് യൂസ് ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എക്സാമിനേഷന് കയറുന്നതിന് മുന്നേ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ എടുക്കുകയുള്ളൂ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ സൂപ്പറായിട്ട് റിവൈസ് ചെയ്യാൻ. ഞാൻ നിങ്ങൾക്ക് അതിന്റെ സ്ട്രാറ്റജി എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ടെക്സ്റ്റിലെ ഇലുസ്ട്രേഷൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് ടാക്സ് മാത്രമല്ല, എല്ലാ പ്രാക്ടിക്കൽ പ്രോബ്ലംസിലും സബ്ജക്ട്സിലും ഇലുസ്ട്രേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇലുസ്ട്രേഷൻ പ്രാക്ടിക്കൽ ലെവൽ പ്രോബ്ലംസ് മാത്രമാണ് നമുക്ക് എക്സാമിന് ചോദിക്കുക. ഇന്റർമീഡിയറ്റ് ലെവലിൽ ചിലപ്പോൾ ഒരു ചെറിയ പൊടിക്കൈ, ചെറിയ എക്സ്ട്രാ എന്തെങ്കിലും ഒരു ഐറ്റം കൂടി ചോദിക്കും. അതെല്ലാം നമുക്ക് ക്ലാസ്സിൽ പഠിക്കാം. ഞാൻ എല്ലാ ഇലുസ്ട്രേഷനും നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. അത് മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ എല്ലാ ഫാക്കൽറ്റീസും പ്രോബ്ലം പേപ്പേഴ്സ് ആയിക്കോട്ടെ, ഇലുസ്ട്രേഷൻസ് മാക്സിമം ഒരു 10-20 ഇലുസ്ട്രേഷൻ നിങ്ങൾക്ക് ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ടെങ്കിൽ അതിലൊരു 18 നമ്മൾ ഉറപ്പായിട്ടും കവർ ചെയ്യും. അതായത് സിമിലർ നേച്ചറിലുള്ള നിങ്ങൾക്ക് ഹോംവർക്ക് തരാനുള്ള ചെറിയ പ്രോബ്ലംസ് മാത്രം നമ്മൾ വിട്ടിട്ട് ബാക്കിയുള്ള എല്ലാ പ്രോബ്ലംസും നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്ത് ഇലുസ്ട്രേറ്റ് ചെയ്ത് കാണിച്ച് നിങ്ങൾക്ക് വളരെ മനസ്സിലാവുന്ന രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ് ഉണ്ടാവുക. ശരി, അടുത്ത ഫാക്കൽറ്റി നിങ്ങളുടെ കോസ്റ്റിംഗ് പേപ്പർ. ഫസ്റ്റ് ഗ്രൂപ്പിലും കോസ്റ്റിംഗ് ഉണ്ട്, സെക്കൻഡ് ഗ്രൂപ്പിലും കോസ്റ്റിംഗ് ഉണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പ് പേപ്പർ നമ്പർ 8 ആണ് കോസ്റ്റ് അക്കൗണ്ടിംഗ്. സെക്കൻഡ് ഗ്രൂപ്പിൽ വരാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് പേപ്പർ നമ്പർ 12 മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്നാണ് അതിന്റെ പേര്. നമ്മൾ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് അല്ലേ? നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേപ്പറാണ് കോസ്റ്റിംഗ് പേപ്പർ. ആ കോസ്റ്റിംഗ് പേപ്പർ ഡീൽ ചെയ്യുന്നത് രഞ്ജിത ആയിരിക്കും. രഞ്ജിത നിങ്ങളുടെ ഓരോരുത്തരുടെയും, അതായത് നമ്മുടെ ക്ലാസ് കയറിയിട്ടുള്ള, നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റിയാണ് രഞ്ജിത. രഞ്ജിത ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു പാസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 2-3 ഇയേഴ്സ് ആയിട്ട് രഞ്ജിത നമ്മുടെ ഈ കോസ്റ്റിംഗ് പേപ്പർ എക്സ്ക്ലൂസീവ്ലി കോസ്റ്റിംഗ് മാത്രം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, അടുത്തത് ഒരു പേപ്പറും കൂടെ ബാക്കിയുണ്ട്, ഓപ്പറേഷൻസ് മാനേജ്മെന്റ്, സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് കുറെ ആൾക്കാർ കൊണ്ടുവന്നിരിക്കുന്ന കുറച്ച് റൂൾസ്, അല്ലെങ്കിൽ അവരുടെ കുറെ അസംപ്ഷൻ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന കുറെ തിയറീസ്, കുറെ മോഡൽസ്, ഇതൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിന്റെ ആ ഒരു ടെക്നിക്ക് പഠിക്കാം. പിന്നെ റെപ്പിറ്റേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മുടെ ഇപ്രാവശ്യം എക്സാമിന്റെ റിസൾട്ട് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്ത പേപ്പറാണ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ്, സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ആ പേപ്പർ ഡീൽ ചെയ്യുന്ന സംഗീതായിരിക്കും. സംഗീത് നിങ്ങൾക്ക് പുഷ്പം പോലെ സാധനം പഠിപ്പിച്ചു തരും. ഇത് നമ്മുടെ ഗ്യാരണ്ടിയാണ്. കാരണം സംഗീത് പ്രൂവൺ ഫാക്കൽറ്റിയാണ്. നിങ്ങൾ ഓരോ കുട്ടികളുടെ ഫീഡ്ബാക്ക് സംഗീതത്തിന് അത്രത്തോളം ഉണ്ട്. എന്ന് റിസൾട്ട് വന്നപ്പോൾ തന്നെ സംഗീതത്തിന് കിട്ടിയ അപ്രിസിയേഷൻ, അതായത് നമുക്ക് കുട്ടികളുടെ സൈഡിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് കേൾക്കുമ്പോൾ വീണ്ടും ഇതുപോലെ കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യം നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫാക്കൽറ്റീസിന്റെ പൂൾ എന്ന് പറയുന്നത്. ശരി, അപ്പോൾ അതിനോടൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ തന്നെ നിങ്ങൾക്ക് നോട്ട്സിന്റെ കാര്യം ഞാൻ പറഞ്ഞു തന്നു. നിങ്ങൾക്ക് ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള കംപ്ലീറ്റ് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്ന സബ്ജക്ട് ഫസ്റ്റ് ഗ്രൂപ്പിന് നിങ്ങൾക്ക് ലോയ്ക്ക് പ്രൊവൈഡ് ചെയ്യും. ശരി, അതുപോലെ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ ഡയറക്ട് ടാക്സ്, ഇൻഡയറക്ട് ടാക്സിന് നമ്മൾ നോട്ട്സ് പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ സെക്കൻഡ് ഗ്രൂപ്പിൽ വരാണെങ്കിൽ OM-SM അല്ലേ, അതിൽ SM സ്ട്രാറ്റജിക് മാനേജ്മെന്റ് തിയറിയാണ്, അതിന് നിങ്ങൾക്ക് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ് ആണ്, അതിൽ ഓഡിറ്റിംഗിന് നിങ്ങൾക്ക് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ FM ഉണ്ട്, ലാസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ഉണ്ട്. ഇതിൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനോ നമ്മുടെ അക്കൗണ്ടൻസിയിലോ ഇപ്പൊ AS പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പഠിക്കാനുണ്ട്, ലേബർ കോസ്റ്റിംഗ്, അല്ലെങ്കിൽ എങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസിന്റെ ഫോർമുലാസോ പ്രോബ്ലംസിന്റെ എന്തെങ്കിലും ക്വസ്റ്റൻസോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിനുള്ള കുറച്ച് നോട്ട്സോ എന്തൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും കേട്ടോ. ഞാൻ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്ന സബ്ജക്റ്റ് ആണ് ഞാൻ ഇതിൽ പറഞ്ഞത്. ശരി, ആദ്യം തന്നെ ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം. കുട്ടികളുടെ ഭാഗത്ത് നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള ഏറ്റവും വലിയ ഡൗട്ട് ഇതായിരിക്കും. കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ട മെജോറിറ്റി കുട്ടികളും റിപ്പീറ്റേഴ്സ് ആയിരിക്കും. അതായത് നിങ്ങൾ ഒരു പ്രാവശ്യം എക്സാം 1, 2, 3 പ്രാവശ്യം എക്സാം എഴുതിയിട്ടുണ്ടാവും, പലയിടത്തും പഠിച്ചിട്ടുണ്ടാവും, അതിനുശേഷം റിപ്പീറ്റ് ചെയ്യാൻ വരുന്ന കുട്ടികളായിരിക്കും നിങ്ങൾ ഓരോരുത്തരും. നിങ്ങളുടെ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് പലതായിരിക്കും. ഈ കോഴ്സിനെ പറ്റിയിട്ടുള്ള ധാരണയും നിങ്ങൾ ഈ സബ്ജക്ട് പഠിച്ചു വെച്ചിരിക്കുന്ന ധാരണയൊക്കെ പല രീതിയിലായിരിക്കും. എനിക്കറിയാം
നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മുടെ സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ആ ഒരു മെത്തേഡ് എന്താണെന്നറിയോ? നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന നമ്മുടെ ഓരോ കുട്ടികളും നമ്മുടെ ജൂനിയേഴ്സ് ആണ്. ഓക്കെ, എൻ്റെ അനിയത്തിമാരും അനിയന്മാരും ഒക്കെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സീനിയർ പറഞ്ഞു തരുന്നത് വരെ, അതായത് നിങ്ങളുടെ ഒരു സ്റ്റെപ്പ് തൊട്ട് മുന്നേ നിൽക്കുന്ന നിങ്ങളുടെ ഒരു സീനിയർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പോലെ ആയിരിക്കും നമ്മൾ ഈ കാര്യങ്ങൾ പഠിപ്പിക്കുക. അതായിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്ന ആ ഒരു സ്റ്റൈൽ. അത് മാത്രമല്ല, നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞൂടാ. നിങ്ങൾ ഈ സബ്ജക്ട് ആദ്യമായിട്ട് പഠിക്കുക. ഇപ്പൊ ടാക്സ് നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുകയാണ്. നിങ്ങൾക്ക് ടാക്സിനെ പറ്റിയിട്ട് ഒരു ബന്ധമില്ല. നിങ്ങൾ ഇതുവരെ പഠിച്ചതെല്ലാം മാച്ച് കളഞ്ഞേക്ക് നമ്മൾ സ്ക്രാച്ചിൽ നിന്ന്, സീറോയിൽ നിന്നായിരിക്കും ABCD പഠിക്കുന്നത് പോലെ ആയിരിക്കും നമ്മൾ ഈ സബ്ജക്റ്റുകളെല്ലാം പഠിക്കുക. പ്രോബ്ലം പേപ്പേഴ്സിന് 100% ഇല്ലുസ്ട്രേഷൻസ് നമ്മൾ കവർ ചെയ്യും. ശരി, ഇനി നമ്മുടെ ക്ലാസ്സിന്റെ പ്രത്യേകത പറയട്ടെ. നമ്മുടെ ക്ലാസ്സിന്റെ പേര് നിങ്ങൾ നോക്കി, ഫാസ്റ്റ് ട്രാക്ക് ക്ലാസ് എന്നാണ്. അതായത് CMA ഇന്റർമീഡിയറ്റ് ഓൺലൈൻ റെഗുലർ ഫാസ്റ്റ് ട്രാക്ക് ക്ലാസ് ഡിസംബർ 2024 എക്സാമിനേഷൻ എന്നാണ് ഞാൻ പേര് കൊടുത്തിരിക്കുന്നത്. അതെന്താണ് ഈ ഓൺലൈൻ റെഗുലർ ഫാസ്റ്റ് ട്രാക്ക് ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറയാം. നമ്മുടെ ഈ ഒരു മലയാളം, ഈ ഒരു കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സ് ഇൻഡസ്ട്രിയിൽ ഈ ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറഞ്ഞ വേർഡ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ. ഈ ഫാസ്റ്റ് ട്രാക്ക് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അറിയാം, ഓൺലൈൻ ക്ലാസ്സിന്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. അതായത് നമ്മൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യും ചിലപ്പോൾ സൂമോ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റോ അങ്ങനെയുള്ള ഏതെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ആയിരിക്കും. അപ്പോൾ കറക്റ്റ് എക്സാക്ട്ലി ഇപ്പോൾ 7 മണിക്കാണ് ക്ലാസ് പറയുന്നതെങ്കിൽ 7 മണിക്ക് നമ്മൾ ജോയിൻ ചെയ്യണം. ഒരു 5 മിനിറ്റ് കണക്ഷൻ ഇഷ്യൂസ്, എല്ലാവരും വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന അങ്ങനെ കുറച്ച് സമയമായിട്ട് നമ്മൾ 5 മിനിറ്റ് വേസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇടയ്ക്ക് പിള്ളേർ എന്തെങ്കിലും മൈക്ക് ഓൺ ആക്കി കഴിഞ്ഞാൽ, ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് ബ്രേക്ക് ആവും. ഇനി ലൈവ് നമ്മൾ മിസ്സായി കഴിഞ്ഞാൽ അതിന്റെ റെക്കോർഡിങ്സ് പിന്നെ ഫ്യൂച്ചറിൽ കാണാമെന്ന് പറഞ്ഞാൽ അതിലും ഒരു വൃത്തിയായിട്ട പരിപാടി വേറെ ഒന്നുമില്ല. കാരണം അത് നമുക്ക് ഒട്ടും ഇൻട്രസ്റ്റിംഗ് അല്ല, നിങ്ങൾക്ക് ഒരു മടുപ്പ് ജനറേറ്റ് ചെയ്യത്തുള്ളൂ. അതിനെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഒരു പ്രോപ്പർ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിലായിരിക്കും നമ്മൾ ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. അതായത് ആ സിസ്റ്റം ഫോളോ ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ലാസ്റ്റ് എക്സാമിന്റെ റിസൾട്ട് വരുമ്പോൾ ഇപ്പൊ കണ്ട ആ ഫേസസിന്റെ കൂടുതൽ നിങ്ങൾ ഓരോരുത്തരും കാണും. അപ്പോൾ നമ്മുടെ ക്ലാസ് നിങ്ങളിപ്പോൾ എന്നെ കാണുന്നില്ലേ, ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് നോട്ട്സ് ഉണ്ടാവും, ഡിജിറ്റലി പെന്നും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. നമ്മളിവിടെ വരയ്ക്കുന്നതും എഴുതുന്നതും ഒക്കെ നിങ്ങൾക്ക് ക്ലാസ്സിൽ കാണാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റും. ഫാക്കൽറ്റി സൈഡിലുണ്ടാവും ഹൈ ക്വാളിറ്റി ഓഡിയോ, ഹൈ ക്വാളിറ്റി വീഡിയോ, നോട്ട്സ് ബാക്ക്ഗ്രൗണ്ടിൽ ഡിസ്പ്ലേ ചെയ്യും. അവർക്ക് ഇവിടെ എഴുതാനും ഇലുസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാനും നിങ്ങൾക്ക് വരയ്ക്കാനും പറ്റുകയൊക്കെ ചെയ്യും. ക്ലാസ്സിന്റെ ലെങ്ത് വരുന്നത് ഒരു 1.5 മണിക്കൂർ ടു 2 മണിക്കൂറാണ്. ഓക്കെ, ഡിപ്പെൻഡിങ് ഓൺ ദ ടോപ്പിക് വേരി ചെയ്യാം. ചില ക്ലാസ്സിൽ 1.5 മണിക്കൂറിൽ തരാം, ചിലത് 1.25 തരാം. ഒരു ആവറേജ് 1.45 മിനിറ്റ്സ്, ഒരു 2 മണിക്കൂറിന് താഴെ. ഓക്കെ, അതാണ് നമ്മുടെ ക്ലാസ്സിന്റെ ഡ്യൂറേഷൻ. 1.5 മണിക്കൂർ ടു 2 മണിക്കൂർ ഇൻ ബിറ്റ്വീൻ ആണ് നമ്മുടെ ക്ലാസ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഈ പറയുന്ന ഈ ഒരു ടൈം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് പ്യുവർലി നിങ്ങൾക്ക് ക്ലാസ് കണ്ടന്റ് മാത്രമായിരിക്കും ഉണ്ടാവുക. കണ്ടന്റ് എന്ന് പറഞ്ഞാൽ വെറുതെ വന്നിരുന്നിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് ആ പേജ് എടുക്കൂ, ഇങ്ങനെ പറയൂ, അങ്ങനെ പറയൂ, അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ, എക്സാമിനേഷനെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സീനിയർ നിങ്ങളോട് പറഞ്ഞു തരുന്നത് പോലെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരും. അതിൽ ഈ ഓൺലൈൻ ക്ലാസ്സിൽ ഉണ്ടാകുന്ന പോരായ്മകൾ, കളക്ഷൻ ഇഷ്യൂസ്, അല്ലെങ്കിൽ കുട്ടികളുടെ സംശയം, അതിന്റെ ഡൗട്ടിങ്സ്, അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഓൺലൈൻ മീറ്റിംഗിന്റെ റെക്കോർഡിങ്സ് ഒക്കെ കാണുന്നത് പോലെയല്ല, നിങ്ങൾക്ക് വളരെ പ്രോപ്പറായിട്ട് ഒരു വെർച്വൽ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ശരി, ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ കുറേ ഡൗട്ട് ഉണ്ടാവും. ഒന്നാം നമ്മുടെ ക്ലാസ്സിന്റെ ഫീസ്, ഇതിന്റെ ടൈമിങ്, എങ്ങനെയാണ് ക്ലാസ് കാണാൻ പറ്റുക, എങ്ങനെയാണ് ജോയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ള കുറേ ഡൗട്ടുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഇതിൽ ഓരോ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ശരി, ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞില്ലേ, നമ്മുടെ ക്ലാസ്സിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു 30 ലെങ്ത് ഞാൻ പറഞ്ഞു, ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഇൻ ബിറ്റ്വീൻ ആണ്. ക്ലാസ്സിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റിന് നിങ്ങൾക്ക് സ്ട്രിക്ട്ലി ഒരു 30 ലെക്ചേഴ്സ് ഉണ്ടാവും. മൊത്തം എത്ര ലെക്ചേഴ്സ് ഉണ്ടാവും? ഒരു 30 ലെക്ചേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഒരു സബ്ജക്റ്റിന് എത്ര ലെക്ചേഴ്സ് ഉണ്ടാവും? 30 ലെക്ചേഴ്സ് ഉണ്ടാവും. അതായത് ലോയ്ക്ക് 30 ലെക്ചർ, അതുപോലെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് 30 ലെക്ചർ. ടാക്സിന്റെ പറയുകയാണെങ്കിൽ ടാക്സിൽ ഡയറക്റ്റ് ടാക്സിനും 30 ലെക്ചർ ഉണ്ടാവും, ഇൻഡയറക്റ്റ് ടാക്സിനും 30 ലെക്ചർ ഉണ്ടാവും. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചേ പറ്റൂ, കാരണം ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള സെപ്പറേറ്റ് ആക്ട് ആണ്. അപ്പോൾ അത് രണ്ടിനും 30 ലെക്ചേഴ്സ് ഉണ്ടാവും. അതുപോലെ കോസ്റ്റിംഗിന് 30 ലെക്ചേഴ്സ് ഉണ്ടാവും. നേരത്തെ പറഞ്ഞതുപോലെ താഴെ പറയുന്ന എല്ലാ സബ്ജക്ട്സിനും 30 ലെക്ചേഴ്സ് വെച്ചായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഓക്കെ അല്ലേ? ഇനി ആ ഒരു സിസ്റ്റം, നമ്മൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എല്ലാ ദിവസവും നമുക്ക് ക്ലാസ് വരുന്നത് മൺഡേ തൊട്ട് സാറ്റർഡേ വരെയാണ്. സൺഡേ ഹോളിഡേ ആണ്. ഓക്കെ, മൺഡേ ടു സാറ്റർഡേ വരെയാണ് നമ്മുടെ ക്ലാസ് വരുന്നത്. സൺഡേ നമുക്ക് ഹോളിഡേ ആണ്. ശരി, ഒരു ദിവസം നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പിന്റെ 2 സബ്ജക്റ്റിന്റെ ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. ഒരു ദിവസം ഒരു ഗ്രൂപ്പിന്റെ 2 സബ്ജക്റ്റിന്റെ ക്ലാസ്. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ നിങ്ങൾക്ക് ക്ലാസ് വരുന്നത് പേപ്പർ നമ്പർ 5ഉം 6ഉം ആണെങ്കിൽ സെക്കൻഡ് ഡേയിൽ ക്ലാസ് വരുന്നത് 7ഉം 8ഉം ആയിരിക്കും. ഓക്കെ അല്ലേ? അതുപോലെ സെക്കൻഡ് ഗ്രൂപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഡേയിൽ നിങ്ങൾക്ക് ക്ലാസ് വരുന്നത് 9ഉം 10ഉം ആണെങ്കിൽ നെക്സ്റ്റ് ഡേയിൽ വരുന്നത് 11ഉം 12ഉം ആയിരിക്കും. ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്. ശരി, ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ക്ലാസ് പോവാം. അപ്പോൾ ഫസ്റ്റ് പേപ്പർ നമ്പർ 5, 6, അടുത്ത ദിവസം 7, 8, അടുത്ത ദിവസം 5, 6, അടുത്ത ദിവസം 7, 8, ഇങ്ങനെ ആയിരിക്കും ക്ലാസ് പോകുന്നത്. ഒരു വീക്ക്ലി നമുക്ക് 6 ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമുക്ക് ടോട്ടലി ഒരു 60 വർക്കിംഗ് ഡേയ്സ് വേണം. എത്ര വർക്കിംഗ് ഡേയ്സ് വേണം? 60 വർക്കിംഗ് ഡേയ്സ് വേണം ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ പഠിക്കാനും പഠിച്ചതിന് റിവൈസ് ചെയ്യാനും നമ്മൾ ഈ പറയുന്ന രീതിയിൽ പ്രോബ്ലംസും തിയറിയും എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കാൻ 60 വർക്കിംഗ് ഡേയ്സ് ആണ് വേണ്ടത്. നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എനിക്ക് തോന്നുന്നു സെപ്റ്റംബറിന്റെ ഫസ്റ്റ് മൺഡേ എന്നാ പറയുക, സെപ്റ്റംബർ 2-ാം തീയതിയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാണ് സെപ്റ്റംബർ 2-ാം തീയതി. ഓക്കെ,
ഫസ്റ്റ് മൺഡേ ആണ്. അപ്പോൾ സെപ്റ്റംബർ 2 നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ സെപ്റ്റംബർ ഫുൾ ഉണ്ട്, ഒക്ടോബർ ഉണ്ട്, നവംബർ ഉണ്ട്. നമ്മുടെ 3 മാസം ഉണ്ട്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ഉണ്ട്. ഇതിൽ സെപ്റ്റംബർ, ഒക്ടോബർ ഒരു നവംബറിന്റെ ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്ക് വരെ മാക്സിമം പോയില്ല. ഒരു 60 വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വീക്ക് എങ്ങാനും ഒരു ദിവസം എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് വീക്ക് ഞാൻ ഒരു ഗ്യാരണ്ടിക്ക് വേണ്ടി പറയാം, അന്ന് നിങ്ങളുടെ ക്ലാസ്സുകളെല്ലാം തീരും. ഉറപ്പായിട്ടും തീരും. നമ്മൾ ഈ പറയുന്ന ഈ ഒരു സിസ്റ്റം നിങ്ങൾ ഫോളോ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ, ആ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഈ ക്ലാസ്സസ് കംപ്ലീറ്റ് തീരും. ഞാൻ ഉറപ്പ് തരാം, നിങ്ങൾക്ക് ടെക്സ്റ്റിലുള്ള ഇലുസ്ട്രേഷൻസും പ്രാക്ടിക്കൽ പ്രോബ്ലംസും ഒക്കെ സുഖമായിട്ട് ചെയ്ത് നോക്കി വർക്കൗട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി ഞാനിപ്പോൾ ഒരു ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പ്ലാൻ എങ്ങനെയാണ്? നമ്മൾ ക്ലാസ് ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്നു, ക്ലാസ്സിൻ്റെ കൂടെ പഠിക്കുന്നു, പഠിച്ചത് വീണ്ടും റിവൈസ് ചെയ്യുന്നു, സെപ്റ്റംബർ കഴിയുന്നു, ഒക്ടോബർ കഴിയുന്നു, ഒരു നവംബർ ഫസ്റ്റ് വീക്കോ സെക്കൻഡ് വീക്കോ ആകുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ടോപ്പിക്സും കഴിയുന്നു. ഓക്കെ, കഴിഞ്ഞില്ലേ? ഇനി നിങ്ങൾ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റിയാണ് എന്താ? നിങ്ങൾ ചെയ്യേണ്ടത് പഠിച്ചതിനെ വീണ്ടും റിവൈസ് ചെയ്യാം. എത്ര പ്രാവശ്യം റിവൈസ് ചെയ്യാൻ പറ്റുമോ അത്രയും പ്രാവശ്യം റിവൈസ് ചെയ്തോ. റിവൈസ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞ നോട്ട്സും നമ്മൾ പറയുന്ന ഒരു ടെക്നിക്സും തമാശകളും എക്സാമ്പിൾസും ഒക്കെ നിങ്ങളുടെ മനസ്സിൽ വരണം. നിങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യാം. റിവൈസ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും, RTP ഉണ്ടാവും, MTP ഉണ്ടാവും, MCQs ഉണ്ടാവും. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കാം. അതിനുള്ള ടൈമും ഉണ്ട്. നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ഡിസംബർ 10 എക്സാക്ട്ലി എനിക്ക് ഓർമ്മയില്ല. എനിക്കൊന്ന് ഡിസംബറിന്റെ സെക്കൻഡ് വീക്കിലാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഏകദേശം ഒരു 10-20 ദിവസത്തോളം റിവിഷൻ ചെയ്യാൻ, മിനിമം 10-20 ദിവസത്തോളം റിവിഷൻ ചെയ്യാൻ കിട്ടും. അത്രയും സമയം റിവിഷൻ ചെയ്യാം. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വർക്കൗട്ടും ചെയ്യാം. നിങ്ങൾ ചാനലിൽ നോക്കിയാൽ മതി. ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ അല്ലെങ്കിൽ ക്ലാസ് നടക്കുന്നതിന്റെ കൂടെ തന്നെ MCQന്റെ വർക്കൗട്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ, RTP ഡിസ്കഷൻ, MTP, നിങ്ങൾക്ക് ഫ്രീക്വന്റ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ വർക്കൗട്ട്, ഇങ്ങനെയുള്ള നിങ്ങൾ എക്സ്ട്രാ ഹെൽപ്പ് ചെയ്യുന്ന അഡീഷണൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യാറുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഒരു ഇന്റർമീഡിയറ്റ് ഈ വരുന്ന ഡിസംബറിന് തന്നെ തീർക്കാനായിട്ട് പറ്റും. ഇതാണ് നമ്മൾ ഈ പ്രാവശ്യം ഇറക്കിയിരിക്കുന്ന ആ ഒരു പ്ലാൻ. നമ്മൾ ഫോളോ ചെയ്യുന്ന ആ ഒരു പ്ലാൻ ഇങ്ങനെയാണ്. ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഉറപ്പ് തരാണ്, എക്സാം നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ആകാൻ പോകുന്നത് സെപ്റ്റംബർ 2. നമുക്കൊരു 60 വർക്കിംഗ് ഡേയ്സ് വേണം. 60 വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു നവംബർ സെക്കൻഡ് വീക്കോടുകൂടി നമ്മുടെ ക്ലാസ്സസ് ഒക്കെ കംപ്ലീറ്റ് ആവും. അതിനുശേഷം നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനും വീണ്ടും പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ചെയ്യാനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറോ റിവിഷൻ ടെസ്റ്റ് പേപ്പേഴ്സോ മോക്ക് ടെസ്റ്റ് പേപ്പേഴ്സോ ഒക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കാനും ഡിസംബറിൽ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം എഴുതാനും ഉള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ശരി സാറേ, ഒരു കാര്യം ചോദിക്കട്ടെ, ക്ലാസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഈ ക്ലാസ്സിന്റെ ടൈമിങ് എങ്ങനെയാണ് സാറേ? ടൈമിങ്ങിന്റെ കാര്യം എങ്ങനെയാണ്? അതായത് ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് നിങ്ങൾക്കുള്ള, ഇപ്പോൾ ഞാൻ ഫസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേപ്പർ നമ്പർ 5ഉം 6ഉം എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് പേപ്പർ നമ്പർ 5ന്റെയും 6ന്റെയും ക്ലാസ് വരും. ഓക്കെ, ഡേ 2 ആകുമ്പോഴോ 9 മണിക്ക് 7ഉം 8ഉം വരും. ഓക്കെ, സെക്കൻഡ് ഗ്രൂപ്പ് ആകുമ്പോൾ അതനുസരിച്ച് ക്ലാസ് വരും. ഇപ്പോൾ എല്ലാ ദിവസവും 9 മണിക്ക് ഒരു ഗ്രൂപ്പിന്റെ 2 ക്ലാസ് നമ്മുടെ ആപ്ലിക്കേഷനിൽ പബ്ലിഷ് ആവും. ക്ലാസ് പബ്ലിഷ് ആവും. നിങ്ങളുടെ സൈഡിൽ ഉത്തരവാദിത്തമാണ്. നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്? 9 മണിക്ക് കാണണമെങ്കിൽ 9 മണിക്കാണ് നമ്മുടെ കൂടെ തന്നെ ഫോളോ ചെയ്യാം. 10 മണിക്കാണെങ്കിൽ 10 മണിക്കാണ്. ഇല്ല, നൈറ്റ് ആണ് നിങ്ങൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ വർക്ക് ചെയ്തിട്ട് വന്നിട്ട് രാത്രി കണ്ടാൽ മതി. അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റൂ. ശരി, അങ്ങനെ കണ്ടാൽ മതി. വീക്കിലി 3 ഡേയ്സ് ജോബിന് പോകണം, 4 ഡേയ്സ് ആണ് ലീവ്. ആ 4 ഡേയ്സേ കാണാൻ പറ്റും. കണ്ടോ? അപ്പൊ നമ്മളൊരു സിസ്റ്റം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്ത് തരാം. എല്ലാ ദിവസവും ഒരു ഗ്രൂപ്പിന്റെ 2 ലെക്ചേഴ്സ്, ബോത്ത് ഗ്രൂപ്പ് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് 4 ലെക്ചേഴ്സ്. നിങ്ങൾ ഡെയിലി ഒരു ടൈം സെറ്റ് ചെയ്യുക. ആ ടൈമിന്റെ നിങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ച് ആ സംഭവം കാണാം. ഇനി നമ്മുടെ ആപ്ലിക്കേഷനിലുള്ള നിങ്ങൾക്ക് ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് എത്ര സ്പീഡിൽ വേണമെങ്കിലും കാണാം. എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ നിങ്ങൾ വീഡിയോ കാണില്ലേ, 1.5ലും 2x ഒക്കെ സ്പീഡ് കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെ കാണില്ലേ? നിങ്ങൾക്ക് അങ്ങനെ നമ്മുടെ ആപ്ലിക്കേഷനിൽ സ്പീഡ് കുറച്ചിട്ടും കൂട്ടിയിട്ടും കാണാം. ശരി, അതുപോലെ ക്വാളിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? നിങ്ങളുടെ നെറ്റിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വാളിറ്റി കൂട്ടാം, വേണമെങ്കിൽ ക്വാളിറ്റി കുറയ്ക്കാം. സെയിം, നമ്മുടെ ക്ലാസ് ഫുൾ HD ക്വാളിറ്റിയിലായിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്ക് നെറ്റിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് ക്വാളിറ്റി കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇനി അതല്ല സാർ, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വൈഫൈ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ വൈഫൈയിൽ ഡൗൺലോഡ് ചെയ്തിട്ട് വീട്ടിൽ വന്നിട്ട് ഫ്രീ ആവുന്ന സമയത്ത് കണ്ടാൽ മതി. അങ്ങനെയും കണ്ടോ? നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ ഓഫ്ലൈൻ ഡൗൺലോഡ് ഓപ്ഷനും ഉണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എപ്പോഴാണോ നെറ്റ് ഉള്ളത് ആ സമയത്ത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം എപ്പോഴാണോ നിങ്ങൾ ഫ്രീ ആവുന്നത് ആ സമയത്ത് കണ്ടാൽ മതി. ആ ഡൗൺലോഡ് ഓപ്ഷനും നമ്മുടെ ആപ്ലിക്കേഷനിൽ ഉണ്ടാവും. ഈ ഡൗൺലോഡ് ഓപ്ഷൻ മുന്നത്തെ ബാച്ച് വരെയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഈ പറഞ്ഞ ഡൗൺലോഡ് ഓപ്ഷൻ. അപ്പൊ നിങ്ങൾ ഡെയിലി ഒരു ടൈം സെറ്റ് ചെയ്യുക, നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ഈ സംഭവങ്ങൾ കാണാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു ക്ലാസ് രാവിലെ 9 മണിക്ക് ഒരു ദിവസം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം മുതൽ നിങ്ങളുടെ എക്സാമിനേഷൻ കഴിയുന്ന ഡിസംബർ എൻഡ് അല്ലെ, നിങ്ങളുടെ എക്സാം കഴിയുന്ന എന്നാണോ അന്ന് വരെ നിങ്ങൾക്ക് ഈ ക്ലാസ് കാണാം. അൺലിമിറ്റഡ് ടൈംസ് കാണാം, എത്ര പ്രാവശ്യം വേണമെങ്കിലും കാണാം. ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ക്ലാസ് കാണാം. അപ്പോൾ 9 മണിക്ക് ഒരു ക്ലാസ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് വ്യൂസ് ആണ് ടിൽ നിങ്ങളുടെ ഈ ഡിസംബർ എക്സാമിനേഷൻ കഴിയുന്ന അന്ന് വരെ. സാർ, അപ്പോൾ ഡൗട്ട് വന്നാൽ ഞങ്ങൾ എന്താ ചെയ്യുക? തോന്നിയില്ലേ, നമുക്ക് പഠിക്കുന്ന സമയത്ത് ഡൗട്ടുകൾ വരും, ഫാക്കൽറ്റീസിനോട് സംസാരിക്കേണ്ടി വരും, അവർക്ക് എന്തെങ്കിലും മോട്ടിവേഷൻസ് തരേണ്ടി വരും, ഹോംവർക്കുകൾ തരും, ആ ഹോംവർക്കുകൾ തമ്മിൽ ഇന്ററാക്ട് ചെയ്യേണ്ടി വരും. നമ്മുടെ ആപ്ലിക്കേഷനിൽ അതിനുള്ള സൗകര്യമുണ്ട്.
നിങ്ങൾ ഓരോ സ്റ്റുഡൻസിനും നമ്മുടെ ഫാക്കൽറ്റിയും സ്റ്റുഡൻസും തമ്മിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ഓക്കെ, ആ ഗ്രൂപ്പിൽ ഫാക്കൽറ്റി തരുന്ന ഹോംവർക്കുകൾ ഡിസ്കസ് ചെയ്യാൻ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാക്കൽറ്റിയോട് ഡൗട്ടുകൾ ചോദിക്കാം. അവരുടെ ടൈമിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് വീക്ക്ലി ബേസിൽ, വീക്ക്ലി 2 ദിവസമോ 3 ദിവസമോ ഒക്കെ അവരുടെ ടൈമുള്ള സമയം അനുസരിച്ച് നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ടുകൾക്കെല്ലാം മെസ്സേജ് അയക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് വാട്സാപ്പിൽ ചാറ്റ് ചെയ്തില്ലേ, വോയിസ് മെസ്സേജ് അയക്കാം, ഫോട്ടോസ് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയക്കാം. ഇങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മുടെ ആപ്ലിക്കേഷനിൽ ഉണ്ടാവും. നിങ്ങൾക്ക് ഫാക്കൽറ്റി ആയിട്ട് നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാം. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് അതൊന്നുമല്ല, നിങ്ങൾ കുട്ടികൾ തമ്മിൽ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ കുട്ടികൾ തമ്മിൽ ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, മറ്റൊരാൾ ഡൗട്ട് ചോദിച്ചു, ഫാക്കൽറ്റി കാത്തിരിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കാം, പറഞ്ഞു കൊടുക്കാം. അങ്ങനെ പഠിപ്പിച്ചു കൊടുത്താൽ എന്താ സംഭവിക്കാം, നമ്മൾ കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആവും, നമുക്ക് ആ ടോപ്പിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. ഒരു ഫാക്കൽറ്റി പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഇൻറ്റിമേറ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലെ. നിങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവും, ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും, ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്യില്ലേ, ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റും. അതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് സോൾവ് ചെയ്യാനും നിങ്ങളുടെ ക്വാളിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനും ഡൗൺലോഡ് ഓപ്ഷനും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പുകളും നമ്മൾ ഡെഫിനറ്റ്ലി പ്രൊവൈഡ് ചെയ്യും. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ നോട്ട്സ് ഇല്ലേ, ആ നോട്ട്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്തിട്ട് ഹാൻഡ് റിട്ടൺ നോട്ട്സ് ആയിട്ട് അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ അഡീഷൻസ് ഒക്കെ വരുത്താനുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വരുത്തിട്ട് നിങ്ങൾക്ക് പ്രിന്റ് എടുത്തിട്ട് പഠിക്കാനുള്ള ഓപ്ഷൻ കൂടി നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആയിരിക്കും. സർ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണിച്ചിരിക്കുന്ന നമ്മുടെ ഇപ്പോൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ബാച്ചിന് വർക്കൗട്ട് ചെയ്ത് കാണിച്ച നോട്ട്സ് ആയിട്ടോ. ഓക്കെ, ശരി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സാർ എങ്ങനെ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യേണ്ടത് എന്നൊരു ഡൗട്ട് കാണും. രണ്ടാമത് ഇതിൻ്റെ പ്രൈസിങ്. ഓക്കെ, പ്രൈസിങ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ കുറച്ച് കഴിഞ്ഞ് എങ്ങനെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ടതെന്നുള്ള ഫുൾ ഡെമോ വീഡിയോ കാണിച്ചു തരാം. നമ്മുടെ ആപ്ലിക്കേഷനിൽ കയറുകയാണെങ്കിൽ അവിടെ പ്രോപ്പർലി നമ്മുടെ എന്താ കോഴ്സിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്തിരിക്കും. ഓക്കെ, ഞാൻ ആ പ്രൈസ് ലിസ്റ്റ് നിർത്തോട്ടെ. ഓക്കെ, പ്രോപ്പർലി നമ്മുടെ ഈ പറഞ്ഞ പ്രൈസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ലിസ്റ്റ് ചെയ്തിരിക്കും. നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് വരുന്നത് സിംഗിൾ ഗ്രൂപ്പായിട്ടാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ സിംഗിൾ ഗ്രൂപ്പിൻ്റെ പ്രൈസ് 10,000 റുപ്പീസാണ്, 10,000 രൂപയാണ്. ബോത്ത് ഗ്രൂപ്പ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 20,000 രൂപയായിരിക്കും. സാറേ, 10,000 20,000 കുറച്ച് കൂടുതലല്ലേ തോന്നുന്നില്ലേ? ശരി, വിട്ടേക്ക്, ഞാൻ വെറുതെ പറഞ്ഞതാണ്. നിങ്ങൾക്ക് നമ്മുടെ ആപ്ലിക്കേഷനിൽ നോക്കുകയാണെങ്കിൽ ബോത്ത് ഗ്രൂപ്പിൻ്റെ പ്രൈസ് 20,000 കാണിച്ചിരിക്കും. അത് ഡിസ്കൗണ്ടഡ് പ്രൈസ് ആയിട്ട് ഒരു 14,000 14,000 രൂപയായിരിക്കും കാണിച്ചിരിക്കുക. ശരി, സിംഗിൾ ഗ്രൂപ്പ് ആയിട്ടാണ് പർച്ചേസ് എങ്കിൽ 10,000 റുപ്പീസ് ആണ്. അത് എന്താ പറയുക, സ്ട്രൈക്ക് ഓഫ് ചെയ്തിട്ട് ഫസ്റ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ 7,000ഉം സെക്കൻഡ് ഗ്രൂപ്പ് ആണെങ്കിൽ 6,000 റുപ്പീസും ആയിരിക്കും കാണിക്കുന്നത്. പോരുത്, ഞാൻ ചുമ്മാ ഒന്ന് പ്രൈസിങ് പറഞ്ഞേ ഉള്ളൂ. നിങ്ങൾ ഓരോരുത്തർക്കും, അതായത് നമ്മുടെ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസ് സ്ട്രിക്ട്ലി റെസ്ട്രിക്റ്റഡ് ടു ഫസ്റ്റ് 50 സ്റ്റുഡൻസ്, 50 പേരെ മാത്രമാണ് റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ മതി, ലാസ്റ്റ് ടേമിൽ നമ്മൾ ഏകദേശം എനിക്കൊന്ന് 3 ബാച്ച് ഉണ്ടായിരുന്നു. ആ 3 ബാച്ചിലും 50 സ്റ്റുഡൻസ് വെച്ചായിരുന്നു നമ്മുടെ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്തിരുന്നത്. ഇപ്പോഴും നമ്മുടെ ഈ ലാസ്റ്റ് ബാച്ചിലും 50 സ്റ്റുഡൻസ് മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ പ്രൈസിലല്ല നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഒരു കൂപ്പൺ കോഡ് ഞാനിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ലിസ്റ്റ് ചെയ്തിരിക്കാം. അതായത് സിംഗിൾ ഗ്രൂപ്പ് ആയിട്ടാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ കൂപ്പൺ കോഡിന്റെ പേര് ഡ്രീം CMA എന്നാണ്. എന്താണ് ഡ്രീം CMA? നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാമല്ലോ. അപ്പോൾ നിങ്ങൾ ഈ ഡ്രീം CMA യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു 1,000 റുപ്പീസ് ഡിസ്കൗണ്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ പ്രൈസ് വരെ 6,000 രൂപയും സെക്കൻഡ് ഗ്രൂപ്പിന്റെ പ്രൈസ് വരെ 5,000 രൂപയാണ്. ഫസ്റ്റ് ഗ്രൂപ്പിന്റെ പ്രൈസ് വരെ 6,000 രൂപയും സെക്കൻഡ് ഗ്രൂപ്പിന്റെ പ്രൈസ് വരെ 5,000 രൂപയാണ്. ശരി, ബോത്ത് വാങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ കൂപ്പണിന്റെ പേര് ഡ്രീം ബോത്ത് എന്നാണ്. അപ്പോൾ ഒരു 3,000 റുപ്പീസ് ഡിസ്കൗണ്ട് വരും. അപ്പോൾ എഫക്റ്റീവ് പ്രൈസ് 11,000 റുപ്പീസ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ പ്രൈസ് 6,000 രൂപ. അത് തന്നെ എന്തുകൊണ്ട് 6,000 എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഗ്രൂപ്പിന്റെ ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും 2 സെപ്പറേറ്റ് സബ്ജക്റ്റുകളാണ്. അപ്പോൾ അതിന് എക്സ്ട്രാ നമുക്ക് 30 സെപ്പറേറ്റ് ലെക്ചേഴ്സ് വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഫസ്റ്റ് ഗ്രൂപ്പിന് 6,000 രൂപ, സെക്കൻഡ് ഗ്രൂപ്പിന് 5,000 രൂപ, 5,000 റുപ്പീസ് ആണ്, ഇൻക്ലൂഡിംഗ് ഓൾ GST ഓൾ എക്സ്പെൻസസ്. ഓക്കെ, ബോത്ത് എടുക്കുകയാണെങ്കിൽ എഫക്റ്റീവ് പ്രൈസ് 11,000 റുപ്പീസ്. അപ്പോൾ ഈ ഒരു പ്രൈസ് കിട്ടണമെങ്കിൽ ഈ കൂപ്പൺ കോഡ് യൂസ് ചെയ്യണം. സിംഗിൾ ഗ്രൂപ്പിന്റെ കൂപ്പൺ കോഡാണ് ഡ്രീം CMA, ബോത്ത് ഗ്രൂപ്പിന്റെ കൂപ്പൺ കോഡാണ് ഡ്രീം ബോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൂപ്പൺ കോഡ് ആദ്യത്തെ 50 സ്റ്റുഡൻസിന് മാത്രമായിരിക്കും കിട്ടുക. 50 പേരെ മാത്രമായിരിക്കും നമ്മൾ ഈ പറഞ്ഞ ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്യിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. എങ്ങനെ ജോയിൻ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് ഒരു കാര്യം പറയട്ടെ, ഇൻഡിവിജ്വൽ സബ്ജക്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മുടെ കുട്ടികൾ ചോദിക്കാം. നിങ്ങൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ നോക്കിയാൽ മതി, ഇൻഡിവിജ്വൽ സബ്ജക്റ്റിന്റെ പ്രൈസ് ലിസ്റ്റഡ് ആയിരിക്കും. അതിനകത്ത് പ്രൈസ് കാണിക്കുക ഒരു 2,600 റുപ്പീസ്, 2,600 രൂപയെന്നായിരിക്കും കാണിക്കുക. അത് നിങ്ങൾക്ക് ഒരു 50% ഡിസ്കൗണ്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ ഒരു സബ്ജക്റ്റിന്റെ പ്രൈസ് വരാം 1,300 രൂപ. എത്രയാണ്? 1,300 രൂപ മാത്രമാണ് ഒരു സബ്ജക്റ്റിന്റെ പ്രൈസ് വരിക. അതിന്റെ കൂപ്പൺ കോഡ് CMA 50 ഓഫ് എന്നാണ്. ഞാൻ കൂപ്പൺ കോഡ് ബാക്ക്ഗ്രൗണ്ടിൽ ലിസ്റ്റ് ചെയ്തിരിക്കാം. ആ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പേപ്പർ 1,300, ഒരു സബ്ജക്ട് 1,300 രൂപയ്ക്ക് കിട്ടും. എനിക്കൊന്ന് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗിന് മാത്രം ഈ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 50% കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 1,500 രൂപയായിരിക്കും പ്രൈസ് വരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് പർച്ചേസ് ചെയ്യാം. പക്ഷേ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. നമ്മുടെ ബാച്ചിൽ ഉണ്ടാവുക 50 സ്റ്റുഡൻസ് ആയിരിക്കും. 50 സ്റ്റുഡൻസിന് ഫസ്റ്റ് ഗ്രൂപ്പിന്റെയും സെക്കൻഡ് ഗ്രൂപ്പിന്റെയും ബോത്തിന്റെയും കൂപ്പൺ കോഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ഇനി എങ്ങനെയാണ് ക്ലാസ് കാണേണ്ടതെന്നുള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ഫുൾ ഡെമോ വീഡിയോ അതിനകത്തുണ്ടാവും. കണ്ടു നോക്കിയിട്ട് നമുക്ക് ബാക്കി സംസാരിക്കും. അപ്പോൾ ക്ലാസ് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്.
ഓക്കെ, ആൻഡ്രോയിഡിലും നമുക്ക് ആപ്ലിക്കേഷൻ ഉണ്ട്, ഐഫോണിലും iOS ഡിവൈസിലും നമ്മുടെ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ക്ലാസ് നിങ്ങൾക്ക് ഏതാണോ പർച്ചേസ് ചെയ്യേണ്ടത് അതിൻ്റെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ആൻഡ്രോയിഡിൻ്റെ കാണിക്കാം, അത് കഴിഞ്ഞ് ഐഫോണിൻ്റെ കാണിക്കാം. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ, കാണിച്ചു തരാം ഞാൻ. നിങ്ങൾ ഇതിലിപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ ബോത്ത് ഗ്രൂപ്പാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ബോത്ത് ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ ലിങ്ക് റീഡയറക്റ്റ് ആവും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. ഓക്കെ, ഓപ്പൺ കൊടുക്കുമ്പോൾ ഇവിടെ ലോഗിൻ ചെയ്യാനായിട്ട് പറയും. നിങ്ങൾ ഈ ഒരു സംഭവം ശ്രദ്ധിക്കുക. ഈ ലോഗിൻ ചെയ്യാനായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ലോഗിൻ യൂസിങ് വാട്സപ്പ് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ വാട്സപ്പ് ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ ജസ്റ്റ് ലോഗിൻ യൂസിങ് വാട്സപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി വാട്സപ്പിൽ ഒരു മെസ്സേജ് പോകും, ലോഗിൻ OTP ഒക്കെ അതിനകത്ത് വന്ന് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. ഇല്ലെങ്കിൽ യൂസ് അതർ മെത്തേഡ് കൊടുക്കാം. അതർ മെത്തേഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാം, നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക വെച്ച് കഴിഞ്ഞാൽ ഇമെയിൽ ID യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് ആപ്ലിക്കേഷനിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഈ 3 ഓപ്ഷനാണ് നിങ്ങൾക്ക് ഉള്ളത്. ഇവിടെ ഞാൻ തൽക്കാലം എൻ്റെ ഒരു മൊബൈൽ നമ്പർ യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാണ്. ഓക്കെ, ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ OTP ചോദിക്കും. അപ്പോൾ നമ്മൾ OTP ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ OTP ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്യും. അതിനുശേഷം നിങ്ങളുടെ പേര് ചോദിക്കും. ഓക്കെ, ഞാൻ എൻ്റെ പേര് കൊടുക്കുകയാണ്. അതിനുശേഷം ഇമെയിൽ ID ചോദിക്കും. ഇമെയിൽ ID കൂടി നിങ്ങളൊന്ന് കൊടുത്തോളാം. അപ്പോൾ നിങ്ങളുടെ പേര് നിങ്ങളുടെ ഇമെയിൽ ID നിങ്ങൾ കറക്റ്റായിട്ട് കൊടുത്തോളാം. ഓക്കെ, ഞാൻ പേരും എൻ്റെ ഇമെയിൽ IDയും കൊടുത്തു. എന്നിട്ട് ലെറ്റ്സ് സ്റ്റാർട്ട് കൊടുത്തു, അലോ കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ നമ്മുടെ പ്രോപ്പറായിട്ട് ഏതാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത് അത് കാണിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്താൽ ഞാൻ ഐഫോണിൽ കൂടി ലോഗിൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നിട്ട് ഇത് പർച്ചേസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഐഫോണിലും സെയിം തന്നെയാണ്. നിങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ക്ലാസ് പർച്ചേസിനുള്ള ലിങ്കുകൾ ഉണ്ടാവും. ആ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ഏതാണെന്ന് വെച്ചാൽ ആ ലിങ്കിൽ ഒന്ന് പ്രസ് ചെയ്തോളാം. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആപ്പ് സ്റ്റോറിലേക്ക് ചെല്ലും. ആപ്പ് സ്റ്റോറിൽ നമ്മുടെ ആപ്പിൻ്റെ പേര് മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നായിരിക്കും ഉണ്ടാവുക. അതൊന്ന് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഒന്ന് ഓപ്പൺ ആക്കുക. ഓപ്പൺ ചെയ്തു, അലോ കൊടുക്കാം. അതിനുശേഷം അവർ ഓർഗനൈസേഷൻ കോഡ് ചോദിക്കും. ശ്രദ്ധിക്കുക, ഇതാണ് നിങ്ങൾക്കുള്ള ഒരു എക്സ്ട്രാ സ്റ്റെപ്പ്. ഐഫോൺ ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഓർഗനൈസേഷൻ കോഡ് അടിക്കുക, ZPXVN. ZPXVN ഈ ഓർഗനൈസേഷൻ കോഡ് ടൈപ്പ് ചെയ്തോളാം. അതിനുശേഷം വെരിഫൈ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ സ്ക്രീൻ വരും. എങ്ങനെയാണെന്ന് നോക്കി നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര് മാറും, നെക്സ്റ്റ് പ്രൊഫഷണൽസ് എന്നാവും. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാനായിരിക്കും ചോദിക്കുക. നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാം, ഡൺ കൊടുക്കുക. വെരിഫിക്കേഷൻ നമ്മുടെ ഇത് ചോദിക്കും, OTP വരും. OTP അടിച്ച് വെരിഫൈ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ലോഗിൻ ആയിക്കോളും. ഇനി ബാക്കി സ്റ്റെപ്പൊക്കെ സെയിം ആണ്, ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ആപ്പ് ഓപ്പൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ദയവായിട്ട് തൊട്ട് താഴെ സ്റ്റോർസ് എന്നുണ്ടാവും, ആ സ്റ്റോറിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോത്ത് ഗ്രൂപ്പ് ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ബോത്ത് ഗ്രൂപ്പാണ് സെലക്ട് ചെയ്യുന്നത്. ശരി, ബോത്ത് ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ കൂപ്പൺ കോഡ് കൊടുക്കാൻ മറക്കരുത്. കാരണം കൂപ്പൺ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ഇവിടെ തൊട്ട് താഴെ തന്നെ കൂപ്പൺ കോഡിൻ്റെ ഒരു ബോക്സ് വന്നിട്ടുണ്ടാവും. അതാണ് ഡ്രീം ബോത്ത് എന്നാണ് നമ്മുടെ ബോത്ത് ഗ്രൂപ്പിൻ്റെ കൂപ്പൺ. അതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കൂപ്പൺ ഇവിടെ അപ്ലൈ ആവും. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പ്രൈസ് കൂടി റിവൈസ്ഡ് ആവും. നേരത്തെ പറഞ്ഞ പ്രൈസിനേക്കാളും റിവൈസ് ചെയ്തിട്ട് നമ്മുടെ റിവൈസ്ഡ് പ്രൈസ് ആയിരിക്കും താഴെ ഉണ്ടാവുക. കണ്ടു, ഇവിടെ 11,000 വന്നു. ദെൻ ബൈ നൗ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ട്ലി പേയ്മെൻറ്റ് ഗേറ്റ്വേയിലായിരിക്കും അത് ഡയറക്റ്റ് ചെയ്യുക. ഇനി സിമ്പിളാണ്, ഒന്നുമില്ല, നിങ്ങൾക്ക് അറിയാം എന്താ ചെയ്യേണ്ടത്. ഇവിടെ ഗൂഗിൾ പേ ആണെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ പേ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ കാർഡ് യൂസ് ചെയ്തിട്ടാണ് പേ ചെയ്യണമെങ്കിൽ കാർഡ് യൂസ് ചെയ്ത് പേ ചെയ്യാം. നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഗൂഗിൾ പേ പ്രസ് ചെയ്യുന്നു, താഴെ പേ നൗ അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഗൂഗിൾ പേയിലേക്ക് അത് റീഡയറക്റ്റ് ആവും. ഇവിടെ നിങ്ങൾ ജസ്റ്റ് എന്താ ചെയ്യേണ്ടത്, പേ നൗ കൊടുക്കുക. നിങ്ങളുടെ പിൻ അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പേയ്മെൻറ്റ് ഡൺ ആവും. ഇത്രേ ഉള്ളൂ പരിപാടി. ഇതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഈ പറഞ്ഞ സെയിം സ്റ്റോഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത കോഴ്സ് അവിടെ ഉണ്ടാവും. ഇനി ഞാൻ പ്രോമിസ് ചെയ്തതുപോലെ ജൂൺ 1-ാം തീയതി ഡെയിലി ഒരു ക്ലാസ് വെച്ച് അതിനകത്ത് വന്നോളും. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മറ്റേ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. ഇങ്ങനെ ആ ക്ലാസ് പർച്ചേസ് ചെയ്യേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലായില്ലേ? എടാ, ധൈര്യമായിട്ടിരിക്കുക, ഒരു കുഴപ്പമില്ല. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഓരോ ബുദ്ധിമുട്ടും നിങ്ങളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു സ്ട്രെങ്ത് ആയിരിക്കും. ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങൾ ഓരോ പ്രാവശ്യവും ഫെയിലായ ഓരോ 6 മാസങ്ങളിൽ നിങ്ങൾക്ക് ഉണ്ടായ ഓരോ എക്സ്പീരിയൻസും ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്കൊരു ഊർജ്ജം തരുന്ന, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആയിരിക്കും. നിങ്ങളെ പുച്ഛിച്ച ഓരോ റിലേറ്റീവ്സും, നിങ്ങളുടെ എന്താ പറയുക, കളിയാക്കിയ ഓരോ ആൾക്കാരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാല്യൂ തരാത്ത ഓരോ ആൾക്കാരും ഒക്കെ ഇല്ലേ, അതൊക്കെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു ഫ്യൂവലായിരിക്കും. മുന്നോട്ട് ബേൺ ചെയ്യാനും നിങ്ങളുടെ സക്സസും അച്ചീവ്മെൻറ്റ്സും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഉള്ള ഒരു ഫ്യൂവലായിരിക്കും ഈ പറയുന്ന സാധനങ്ങളൊന്നും. CMA എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എന്താ പറയുക, ആർക്കും അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. പ്രത്യേകിച്ച് CMA ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുന്നത്. ഞാൻ ഉറപ്പ് വരുന്നു നിങ്ങൾക്ക് ഒരു 60 days, ഒരു 70 days പ്രോപ്പർ സ്ട്രാറ്റജിയിൽ റെഗുലറായിട്ട്, ഡിസിപ്ലിൻഡ് ആയിട്ട്, കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വയോ. നമ്മുടെ ക്ലാസ് സെപ്റ്റംബർ 2 സ്റ്റാർട്ട് ചെയ്യും. അടുത്ത പ്രാവശ്യം റിസൾട്ട് വരുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫേസ് അതിനകത്തുണ്ടാവും.
നമ്മൾ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് പാസ്സാവാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. തിങ്ക് വൈസ്ലി, നന്നായിട്ട് ആലോചിക്കുക, നന്നായിട്ട് ചിന്തിക്കുക, സംസാരിക്കാനുള്ള ആൾക്കാരോടൊക്കെ സംസാരിച്ചതിന് ശേഷം നല്ലൊരു തീരുമാനം എടുക്കുക. ബൈ, നമുക്കിനി ക്ലാസ്സിൽ കാണാം.